UDFന്റെ മന്ത്രിസഭ തയ്യാർ. മന്ത്രിസഭാ യോഗം ആരംഭിക്കാൻ പോവുകയാണ്. എന്തൊക്കെയാണ് ആ മന്ത്രിസഭാ യോഗത്തിൽ ജനങ്ങൾക്കായി വി.ഡി. സതീശനും സംഘവും കരുതി വച്ചിരിക്കുന്നത്? കാത്തിരിക്കാം. ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും കേരളം ഭരിക്കാൻ ടീം UDF സംസ്ഥാനത്തിന്റെ 13ാമത് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേറ്റ് വി.ഡി. സതീശൻ. സത്യവാചകം ചൊല്ലിക്കൊടുത്തത് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. രണ്ടാമത് സത്യപ്രതിജ്ഞ ചെയ്ത് P.K. കുഞ്ഞാലിക്കുട്ടി, തുടർന്ന് രമേശ് ചെന്നിത്തല. സഗൗരവം സത്യം ചെയ്ത് CP ജോണും ഷിബു ബേബി ജോണും. 20 മന്ത്രിമാരും അധികാരമേറ്റു. കാണാൻ പറ്റുന്ന, സാധാരണക്കാരുടെ വിഷമങ്ങൾ പറയാൻ പറ്റുന്ന, സാധാരണക്കാരെ ചേർത്ത് പിടിക്കുന്ന ഏറ്റവും കരുത്തുറ്റ നേതാവായിരിക്കും വി.ഡി. സതീശൻ സാറ്. സമ്പൂർണ്ണ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ നടന്ന സെൻട്രൽ സ്റ്റേഡിയത്തിൽ ആഹ്ലാദാരവം. UDFന്റെ ചരിത്ര നിമിഷമെന്ന് പ്രവർത്തകർ. ചടങ്ങിൽ പങ്കെടുത്ത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മല്ലികാർജുൻ ഖർഗെയും കോൺഗ്രസ് മുഖ്യമന്ത്രിമാരും. നിയുക്ത പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും ചടങ്ങിൽ. ആദ്യ മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ ഉറ്റുനോക്കി കേരളം. മന്ത്രിസഭാ യോഗം അല്പസമയത്തിനകം. വമ്പൻ ജനപ്രിയ പ്രഖ്യാപനങ്ങൾക്ക് സാധ്യത. ആശാവർക്കർമാരുടെ ഓണറേറിയം കൂട്ടും. കൊച്ചി മാതൃകയിൽ സംസ്ഥാനത്ത് ഇന്ദിരാ ക്യാന്റീൻ വന്നേക്കും. KSRTCയിൽ സ്ത്രീകളുടെ സൗജന്യ യാത്രാ പ്രഖ്യാപനത്തിനും സാധ്യത. കോഴിക്കോടിന് മന്ത്രിമാർ ഇല്ലാത്തതിൽ പ്രതിഷേധം. മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് മുന്നിൽ കരിങ്കൊടിയും പോസ്റ്ററുകളും. കോഴിക്കോടിന്റെ അയോഗ്യത എന്തെന്നും ഗഫൂറിന്റെ മെറിറ്റ് എന്തെന്നും പോസ്റ്ററിൽ. സംസ്ഥാനത്ത് പലയിടത്തും ശക്തമായ മഴ. 8 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ഇടിമിന്നലിനും കാറ്റിനും സാധ്യതയെന്ന് മുന്നറിയിപ്പ്. തീരമേഖലയിൽ ജാഗ്രതാ നിർദ്ദേശം. IPL ഇന്ന് ചെന്നൈ ഹൈദരാബാദ് പോരാട്ടം. മത്സരം ചെന്നൈയിൽ. ISL സീസണിലെ അവസാന മത്സരത്തിന് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നിറങ്ങും. എതിരാളികൾ FC ഗോവ. കേരളത്തിന്റെ 13ാമത് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ് വി.ഡി. സതീശൻ. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ദൈവനാമത്തിലായിരുന്നു വി.ഡി. സതീശന്റെ സത്യപ്രതിജ്ഞ. ഇപ്പോൾ വി.ഡി. സതീശൻ മന്ത്രിസഭയുടെ ആദ്യ ക്യാബിനറ്റ് യോഗം ആരംഭിക്കാൻ പോവുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. മന്ത്രിമാരെല്ലാവരും എത്തിക്കഴിഞ്ഞു. ഈ ക്യാബിനറ്റ് യോഗം പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ. എന്തൊക്കെയാണ് ജനങ്ങൾക്കായി വി.ഡി. സതീശൻ മന്ത്രിസഭ കരുതി വച്ചിരിക്കുന്നത്? ജനപ്രിയ പ്രഖ്യാപനങ്ങൾ സ്വാഭാവികമായും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അതെന്തൊക്കെയാണ് എന്നുള്ളത് കാത്തിരിക്കുകയാണ്. മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണും. അപ്പോഴായിരിക്കും ഇത് സംബന്ധിച്ച വിവരം ലഭിക്കുക. ഇനി വി.ഡി. സതീശന്റെ സത്യപ്രതിജ്ഞ കാണും. വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തതയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യും. വി.ഡി. സതീശന് പിന്നാലെ മറ്റ് 20 മന്ത്രിമാരും മന്ത്രിസഭയിലെ അംഗങ്ങൾ ഓരോരുത്തരായി സത്യപ്രതിജ്ഞ ചെയ്തു. രണ്ടാമതായി കുഞ്ഞാലിക്കുട്ടി, പിന്നാലെ രമേശ് ചെന്നിത്തല. അങ്ങനെയായിരുന്നു ആ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ. RSPയുടെ ഷിബു ബേബി ജോണും CMBയുടെ CP ജോണും സഗൗരവമാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. മറ്റെല്ലാ മന്ത്രിമാരുടെയും സത്യപ്രതിജ്ഞ ദൈവനാമത്തിലായിരുന്നു. ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയെയും
നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ, സൃഷ്ടാവിൻ്റെ നാമത്തിൽ സത്യം ചെയ്തു. രമേശ് ചെന്നിത്തല എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസ്സാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുമുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. ഞാൻ സണ്ണി ജോസഫ് എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവാജ്യമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുമുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. I, K. Muralidharan, do swear in the name of God that I will bear true faith and allegiance to the Constitution of India, as by law established, that I will uphold the sovereignty and integrity of India, that I will faithfully and conscientiously discharge my duties as a Minister of the State of Kerala, and that I will do right to all manner of people in accordance with the Constitution and the law without fear or favor, affection or ill will. മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്ത ഓരോരുത്തരെയും നമ്മൾ കാണുകയായിരുന്നു. ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആദ്യ മന്ത്രിസഭയിലെ ആ സുപ്രധാന പ്രഖ്യാപനങ്ങൾ എന്താകും എന്നുള്ളൊരു ആകാംക്ഷ സംസ്ഥാനത്തുടനീളമുണ്ട്. നേരത്തെ പ്രകടന പത്രികയിലൊക്കെ സൂചിപ്പിച്ച പോലുള്ള കാര്യങ്ങൾക്ക് തന്നെയാണോ ആദ്യം പരിഗണന കൊടുക്കുക, എന്തൊക്കെ വിഷയങ്ങളിലാകും ആദ്യത്തെ പരിഗണന എന്നുള്ളതൊക്കെയാണ് അറിയേണ്ടത്. അൻഫ്രിഡ് ഡിസൂസ വിശദാംശങ്ങൾ നൽകും. അൻഫ്രിഡ് സൂചിപ്പിച്ച പോലെ ആശാവർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കൽ, KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, ആരോഗ്യ ഇൻഷുറൻസ് അടക്കം നിരവധി ജനപ്രിയ പ്രഖ്യാപനങ്ങളാണ് ഉണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പ്രകടന പത്രികയിൽ അത്തരം കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞിരുന്നു UDF. ആദ്യ മന്ത്രിസഭാ യോഗം ആരംഭിച്ചിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതൊക്കെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കാമല്ലോ, അല്ലേ? തീർച്ചയായും ആദ്യത്തെ മന്ത്രിസഭാ യോഗം ആരംഭിച്ചു. മന്ത്രിസഭാ യോഗം പുരോഗമിക്കുകയാണ്. മന്ത്രിസഭാ യോഗം കഴിഞ്ഞ ശേഷം ഉടൻ തന്നെ മുഖ്യമന്ത്രി VD സതീശൻ മാധ്യമങ്ങളെ കാണുന്നു. മീഡിയ റൂമിലാണ്, നോർത്ത് ബ്ലോക്കിലെ മീഡിയ റൂമിൽ മാധ്യമങ്ങളെ കാണുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതായത് ഈ മന്ത്രിസഭാ യോഗം ഒരു 10 മിനിറ്റായി മന്ത്രിസഭാ യോഗം തുടങ്ങിയിട്ട്. നമ്മളൊക്കെ ചർച്ച ചെയ്ത പോലെ രാവിലെ മുതലേ ചർച്ച ചെയ്യുന്ന വിഷയം തന്നെയാണ്. മന്ത്രിസഭാ യോഗത്തിൽ ഏറ്റവും നിർണായകമാണ് ആദ്യ മന്ത്രിസഭാ യോഗമാണ്. ജനപ്രിയ പദ്ധതികൾ, ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് സ്വാഭാവികമായി നമ്മൾ കരുതുക. കാരണം ഈ സർക്കാർ 10 വർഷത്തിന് ശേഷം പ്രതിപക്ഷത്തിൽ നിന്ന് ഭരണത്തിൽ വരികയാണ്. 10 വർഷം വിമർശിച്ച് എവിടെയൊക്കെയാണോ ആക്രമണങ്ങളൊക്കെ നടത്തിയത്, ഏത് രീതിയിലാണോ സർക്കാരിനെ കടന്നാക്രമിച്ച് വിമർശിച്ചത്, അതിന്റെയൊക്കെ തന്നെയും ആ രീതിയിൽ കയ്യടി നേടുന്ന പ്രഖ്യാപനങ്ങൾ ഈ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിലേറെ എല്ലാവരും കാത്തിരിക്കുന്നത് സൗജന്യ KSRTC യാത്ര, ആരോഗ്യ ഇൻഷുറൻസ്, ഒപ്പം തന്നെയും ആശാവർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുക, ഇതടക്കമുള്ള പദ്ധതികളുടെ പ്രഖ്യാപനങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാകും. ഏതെങ്കിലും രീതിയിൽ അത് കണക്ട് ചെയ്തിട്ടെങ്കിലും പ്രഖ്യാപനങ്ങൾ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെയും ഈ മന്ത്രിസഭാ യോഗം ചേർന്ന ശേഷം മന്ത്രിമാരൊക്കെ തന്നെ അവരുടെ ഓഫീസുകളിലെത്തി ചുമതല ഏൽക്കുന്നു. അതിനുശേഷം ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങളിലേക്ക്, അതായത് ക്യാബിനറ്റിന് ശേഷമുള്ള ആ തീരുമാനങ്ങൾ എങ്ങനെ നടപ്പാക്കുന്നു എന്നതിനെ കുറിച്ചുള്ള ചർച്ചകളിലേക്ക് പിന്നെ പോകേണ്ടി വരുന്നു സ്വാഭാവികമായും. പിന്നെ ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധേയമാകുന്നത് രാവിലെ ഈ മന്ത്രിസഭ, അതായത് UDF സർക്കാർ അധികാരമേറ്റ് ഇതിനകത്ത് കയറുന്നു. അതിനുശേഷം നമുക്ക് ആ ദൃശ്യങ്ങൾ, മാധ്യമങ്ങൾക്കകത്തേക്ക് പ്രവേശനമില്ല, പക്ഷേ PRD തന്ന ദൃശ്യങ്ങളിൽ നിന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന ദൃശ്യങ്ങളിൽ നിന്നൊക്കെ തന്നെ മുഖ്യമന്ത്രിയായി VD സതീശനകത്തേക്ക് കയറുമ്പോൾ സെക്രട്ടേറിയറ്റിലെ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ഓഫീസിലെയും അവിടുത്തെ സർക്കാർ ജീവനക്കാരൊക്കെ തന്നെ വലിയ ആകാംക്ഷ. ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി, അതായത് വകുപ്പുകൾ സംബന്ധിച്ച് ചില ധാരണകൾ കൂടി ഇനിയും വരേണ്ടതുണ്ടല്ലോ.
ഉണ്ടല്ലോ, അത് എപ്പോഴായിരിക്കും? ഇന്ന് തന്നെ അതിൽ തീരുമാനമാകില്ലേ? തീർച്ചയായും ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ വിജ്ഞാപനം വരുമെന്നാണ്, ലോക്ഭവനിൽ നിന്നുള്ള വിജ്ഞാപനം വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിലകത്ത് ഒരു 2-3 മന്ത്രിമാരുടെ കാര്യത്തിൽ ആശയക്കുഴപ്പം മാറ്റി നിൽക്കുന്നത്. അതിൽ ഇപ്പോൾ ആശയക്കുഴപ്പമൊന്നും ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതിലെല്ലാം വ്യക്തത വന്നിട്ടുണ്ട്. ഇനി ലോക്ഭവനിലേക്ക് പട്ടിക കൊടുക്കുന്നു, അതിനുശേഷം ലോക്ഭവനിൽ നിന്നൊരു അറിയിപ്പുണ്ടാകുന്നു, വിജ്ഞാപനമായി വരുന്നു. അപ്പോൾ മാത്രമാണ് തീരുമാനം വ്യക്തമായി. 21 മന്ത്രിമാരെ അവരുടെ മുഴുവൻ വകുപ്പുകളും, ചെറിയ ചെറിയ വകുപ്പുകൾ ഉൾപ്പെടെ അവർ ഓരോ മന്ത്രിമാർക്കും, മുഖ്യമന്ത്രി ഉൾപ്പെടെ ഏതൊക്കെയാണ് ചെറിയ വകുപ്പുകൾ, വലുതും ചെറുതുമായ വകുപ്പുകളൊക്കെ തന്നെ അവർ ഏതൊക്കെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നത് സംബന്ധിച്ച വിജ്ഞാപനം അത് ഇന്ന് ഒരു 6-7 മണിക്ക് ആ വിജ്ഞാപനം ഉണ്ടാകും തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ ലിസ്റ്റ് ഇന്ന് ഈ ക്യാബിനറ്റ് യോഗത്തിന് ശേഷം ലിസ്റ്റ് കൈമാറുമെന്നാണ് നമ്മൾ അറിയുന്നത്. ലോക്ഭവനിൽ നമുക്ക് ഇതുവരെ ലിസ്റ്റ് കിട്ടിയിട്ടില്ല എന്നാണ് ലോക്ഭവനിൽ വിളിച്ചപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇവിടെ നിന്ന് കിട്ടുന്ന മുറയ്ക്ക് അപ്പോൾ തന്നെയും അത് വിജ്ഞാപനമായി പുറത്തുവരും. നിലവിൽ മന്ത്രിമാരിൽ നമ്മൾ പ്രതീക്ഷിച്ചുള്ള പ്രധാനപ്പെട്ട വകുപ്പുകൾ ആർക്കൊക്കെ ഏതൊക്കെ എന്നത് എല്ലാം തീരുമാനമൊക്കെ ആയിട്ടുണ്ട്. മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന വകുപ്പും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ നമുക്കറിയാം ധനകാര്യം കൂടി അദ്ദേഹം ഏറ്റെടുക്കുകയാണ്, തുറമുഖവും കൂടിയുണ്ട്. പിന്നെ രമേശ് ചെന്നിത്തല ആഭ്യന്തര വിജിലൻസും പ്രധാനപ്പെട്ട വകുപ്പുകൾ അങ്ങനെയാണ് പോകുന്നത്. അതിനുശേഷം സണ്ണി ജോസഫ് റവന്യൂ വകുപ്പ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നു. ഘടകകക്ഷികൾക്കൊന്നും അദ്ദേഹം കൊടുത്തിട്ടില്ല. അത് കെ മുരളീധരൻ ആരോഗ്യവും ദേവസ്വവും വകുപ്പും അദ്ദേഹത്തിന് തന്നെയാണ്. PC വിശ്വനാഥ് ടൂറിസം കൈകാര്യം ചെയ്യുന്നു. ടൂറിസം, സാംസ്കാരികവും സിനിമയും PC വിശ്വനാഥനാണ്. M ലിജു എക്സൈസും സഹകരണവും M ലിജു ആണ്. ബിന്ദു കൃഷ്ണ ആരോഗ്യ, അതായത് സ്ത്രീ സുരക്ഷ, വനിതാ ശിശുക്ഷേമ വകുപ്പാണ് ബിന്ദു കൃഷ്ണയ്ക്ക്. ഏറ്റവും ജൂനിയർ ആയുള്ളത് കെ യു ജനീഷാണ്, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ. കെ യു ജനീഷ് മന്ത്രിസഭയിൽ MLA എന്ന പദവിയിൽ പോലും അദ്ദേഹം വന്നപ്പോൾ തന്നെ കൗതുകമായിരുന്നു. അതോടൊപ്പം തന്നെ ആദ്യ ടൈമിൽ അദ്ദേഹം മന്ത്രി കൂടിയാകുന്നു. ആദ്യമായി MLA ആകുന്നു, ആദ്യമായി മന്ത്രിയാകുന്നു. മന്ത്രി യുവജനക്ഷേമ വകുപ്പാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്. AP അനിൽകുമാറിന്റെ വകുപ്പിലാണ് ഒരു ആശയക്കുഴപ്പമുള്ളത്. കാരണം അദ്ദേഹത്തിന് ആദ്യം ആരോഗ്യം പറഞ്ഞിരുന്നു, ആരോഗ്യം മുരളീധരൻ കൊടുത്തതോടുകൂടി വൈദ്യുതി വകുപ്പ് AP അനിൽകുമാറാണ് എന്ന കാര്യത്തിൽ ഇപ്പോൾ ധാരണയായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറാകുന്നു, ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കറാകുന്നു. ഒപ്പം തന്നെ ഘടകകക്ഷികളിൽ മുസ്ലിം ലീഗിന്റെ വകുപ്പുകളൊക്കെ നമുക്കറിയാം. 5 മന്ത്രിമാരിൽ കുഞ്ഞാലിക്കുട്ടി IT വ്യവസായം കൈകാര്യം ചെയ്യുമ്പോൾ N ഷംസുദ്ദീനാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. ലീഗിന് തന്നെ വിദ്യാഭ്യാസ വകുപ്പ്. ദയവായി തുടരുക. ഈ സമ്പൂർണ്ണ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നേരത്തെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുമ്പോൾ വലിയ ആഹ്ലാദ ആരവമാണ് നമ്മൾ അവിടെ കണ്ടത്. UDFന്റെ ചരിത്ര നിമിഷങ്ങളാണ് എന്നാണ് പ്രവർത്തകർ പറഞ്ഞത്. ചില പ്രവർത്തകരുടെ പ്രതികരണം കേൾക്കണം, കാരണം അവരുടെ ആവേശം അത്രത്തോളം ഉണ്ടായിരുന്നു. വളരെ സന്തോഷത്തോടെ ഇത് കാണാൻ പറ്റി. വളരെ ആഗ്രഹമുണ്ടായി. ഞാൻ പത്തനംതിട്ടയിൽ നിന്നാണ് വരുന്നത്. വളരെ നല്ലൊരു മന്ത്രിസഭയായിരിക്കും. ഭാവിയിലെ ജനങ്ങളുടെ ആഗ്രഹങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു മന്ത്രിസഭയായിരിക്കും. സാധാരണക്കാർക്ക് കാണാൻ പറ്റുന്ന, സാധാരണക്കാരുടെ വിഷമങ്ങൾ പറയാൻ പറ്റുന്ന, സാധാരണക്കാരെ ചേർത്ത് പിടിക്കുന്ന ഉമ്മൻചാണ്ടി സാറിന് ശേഷം കേരളം കണ്ട ഏറ്റവും കരുത്തുറ്റ നേതാവായിരിക്കും PD സതീശൻ സാറ്. P. സതീശൻ കരുത്തുറ്റ നേതാവായിരിക്കും, ജനകീയനായിരിക്കും എന്ന് തന്നെ പറയുകയാണ്. ഉമ്മൻചാണ്ടിയുടെ പിൻഗാമിയായി വരുമ്പോൾ സ്വാഭാവികമായും അങ്ങനെ ആകാതിരിക്കാൻ VD സതീശന് കഴിയില്ല. പ്രത്യേകിച്ചും UDF സർക്കാരിന്റെ കാലത്ത് എപ്പോഴും ജനങ്ങൾക്കൊപ്പം ചേർന്ന് നിൽക്കാൻ മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒക്കെ ശ്രമിച്ചിട്ടുണ്ട്. ഈ പിണറായി വിജയനെയും അതോടൊപ്പം തന്നെ പാർട്ടി സെക്രട്ടറിയൊക്കെ നിശിതമായി വിമർശിക്കുന്ന ജില്ലാ കമ്മിറ്റി വിവരങ്ങൾ വരുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം പോലും അവരുടെ ശൈലിയിലുള്ള ഒരു എതിർപ്പാണ് ജില്ലാ കമ്മിറ്റികളിലടക്കം ഉയരുന്നത്. അതൊക്കെ നോക്കുകയാണെങ്കിൽ സ്വാഭാവികമായും UDF സർക്കാരിൻ്റെ കാലത്ത് UDF മന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ എപ്പോഴും ജനകീയരായിരിക്കും, ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നവരായിരിക്കും. അൻഫിലിറ്റ് തുടരുന്നുണ്ട്. അൻഫിലിറ്റ് നേരത്തെ സൂചിപ്പിച്ച പോലെ OJ ജനീഷ് യുവജനക്ഷേമത്തിലേക്കൊക്കെ എത്തും. അപ്രതീക്ഷിത ട്വിസ്റ്റായിട്ടാണ് OJ ജനീഷും KA തുളസിയും ഒക്കെ ഈ മന്ത്രിസഭയിലേക്ക് വന്നത്. അതോടൊപ്പം തന്നെ എടുത്തു ചോദിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ 5 വർഷം മുന്നോട്ട് പോവുക എന്നുള്ളത് വലിയ വെല്ലുവിളികൾ UDF സർക്കാരിൻ്റെ മുന്നിലുണ്ട്. സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി, അതോടൊപ്പം തന്നെ പറഞ്ഞ വാഗ്ദാനങ്ങളൊക്കെ പാലിക്കാൻ ശ്രമിച്ചാൽ ഉണ്ടാകാൻ പോകുന്ന അധിക ബാധ്യത, ഇതിനെയൊക്കെ നേരിടണം. അതെ, അത് തന്നെയാണ് ഈ സാമ്പത്തിക ബാധ്യത പ്രതിസന്ധി. അത് തന്നെയാണ് ആദ്യമായി നേരിടാൻ പോകുന്ന വെല്ലുവിളി. ആദ്യമായി ആ ഒരു സാമ്പത്തിക വെല്ലുവിളിയാകുമ്പോൾ പിന്നെ അങ്ങോട്ടുള്ള പദ്ധതികളുടെ പ്രഖ്യാപനവും നടത്തിപ്പൊക്കെ എത്രത്തോളം ഇഴഞ്ഞു മുന്നോട്ട് പോകുന്നൊക്കെ നമുക്കറിയാം. അത് ഇടതുമുന്നണി സർക്കാരിന്റെ കാലത്ത് പോലും അറിയും. ഇടതുമുന്നണി സർക്കാരിന്റെ കാലത്ത് വികസന പദ്ധതികളിലൊക്കെ തന്നെ പ്രധാനമായി പങ്കുവച്ചത് കിഫ്ബി ആയിരുന്നു.
ഈ കിഫ്ബി ഏറ്റവും കൂടുതൽ പഴികേട്ടതും കിഫ്ബി തന്നെയായിരുന്നു. അപ്പോൾ കിഫ്ബി പഴികേൽക്കുമ്പോഴൊക്കെ സാമ്പത്തികമായി ഈ അടിത്തറ തകരുന്നതിനും സാമ്പത്തികമായി ഞെരുക്കമുണ്ടാകുന്ന പ്രധാന കാരണമായി കിഫ്ബി ആയിരുന്നു പ്രതിക്കൂട്ടി നിർത്തിയത്. കാരണം കിഫ്ബിയിലെടുത്ത ഈ കടം എന്ന് പറയുന്നത് പൊതുക്കടത്തിൽ ഉൾപ്പെടുത്തി കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട പൈസ മുഴുവനും കിട്ടിയതുമില്ല. കേന്ദ്രം നൽകേണ്ടിയിരുന്ന പല ബാധ്യതകൾ അല്ലെങ്കിൽ അതൊക്കെ തന്നെ ഈ കിഫ്ബിയിലൂടെ എഴുതി ചേർത്തു. അപ്പോൾ കിഫ്ബിക്കെതിരെ വലിയ രീതിയിൽ സഭയ്ക്കകത്തും പുറത്തുമൊക്കെ പ്രതിഷേധം കൊണ്ടുവന്ന UDF സർക്കാർ ഇനി അധികാരത്തിലെത്തുമ്പോൾ ഈ കിഫ്ബി പൂർണ്ണമായും ഒഴിവാക്കുമോ, അല്ലെങ്കിൽ കിഫ്ബിയുടെ ഇനി മുന്നോട്ടുള്ള ഭാവി എന്താകും ഒരു ചോദ്യം. പക്ഷേ കിഫ്ബിയെ മാറ്റി നിർത്തുകയാണെങ്കിൽ എങ്ങനെ അടിസ്ഥാന സൗകര്യ വികസനം അടക്കം മുന്നോട്ട് കൊണ്ടുപോകാനാകും? അതിന് മാത്രമുള്ള കാരണം സംസ്ഥാനം സ്വന്തമായി വരുമാനമില്ല. സ്വന്തമായി കിട്ടുന്ന വരുമാനം മുഴുവൻ അതിന് 70-80% ശമ്പളം, പെൻഷൻ, ബാധ്യത, ശമ്പളം, ജീവനക്കാരുടെ പെൻഷനും പിന്നെ പലിശ, ഈ 3 ഇനങ്ങളിലൂടെയാണ് ഈ ആഭ്യന്തര വരുമാനത്തിന് 80% പോകുന്നത്. അപ്പോൾ ഈ കടമെടുത്ത് എങ്ങനെ മുന്നോട്ട് പോകും? കടമെടുത്ത് ഇടതുമുന്നണി സർക്കാർ 10 വർഷം ഭരിച്ചു എന്നതിന് ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ളവരാണ് UDF സർക്കാർ. അപ്പോൾ ഈ UDFന് നമ്മൾ പ്രതിപക്ഷത്തിരുന്നപ്പോൾ തന്നെ അവരോട് ചോദിച്ചിട്ടുള്ളതാണ്, നിങ്ങൾ അധികാരത്തിലുമ്പോൾ എന്താണ്? അപ്പോൾ സമാനമായ പദ്ധതികളും പാക്കേജുകളും ഞങ്ങളുടെ മനസ്സിലുണ്ട്. സാമ്പത്തിക നയം, ഒരു ബദൽ സാമ്പത്തിക നയം ഞങ്ങൾ കൊണ്ടുവരുമെന്നൊക്കെയാണ് അവർ പറഞ്ഞത്. കാരണം സാമ്പത്തികത്തിൽ ശക്തമായ അടിത്തറ ഉണ്ടായാൽ മാത്രമേ ഏതൊരു സർക്കാരിനായാലും മുന്നോട്ട് ഭദ്രമായി. ശരി, അൻഫീൽഡ് സൂസ സൂചിപ്പിച്ച പോലെ തന്നെ സാമ്പത്തികത്തിന് ശക്തമായ അടിത്തറ ഉണ്ടാക്കണം, മുറുക്കി ഉടുത്ത് മുന്നോട്ട് പോകേണ്ടി വരുമെന്നുള്ളൊരു ഉപദേശം നേരത്തെ AK ആന്റണി അടക്കമുള്ള മുതിർന്ന നേതാക്കൾ VD സതീശന് നൽകിയിട്ടുമുണ്ട്. ഇനി കോഴിക്കോട് മുസ്ലിം ലീഗിൽ സംസ്ഥാന കമ്മിറ്റിയിൽ വലിയ പ്രതിഷേധമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കരിങ്കൊടിയും പോസ്റ്ററുകളും ഒക്കെ ഇന്ന് ഓഫീസിന് മുമ്പിൽ നിരക്കുന്നത് കണ്ടിട്ടുണ്ട്. മന്ത്രി പ്രഖ്യാപനത്തിൽ കോഴിക്കോട് ജില്ലയെ അവഗണിച്ചു എന്നാണ് പോസ്റ്ററിൽ പറയുന്നത്. കോഴിക്കോടിന്റെ അയോഗ്യത എന്ത് എന്നുള്ളൊരു ചോദ്യം ഉയരുന്നുണ്ട്. ഒപ്പം V. അബ്ദുൾ ഗഫീറിന്റെ മെറിറ്റ് എന്താണ് എന്നുള്ള ചോദ്യവുമുണ്ട്. കോഴിക്കോട് സമ്മേളനം നടത്താൻ മാത്രമുള്ള ഒരു സ്ഥലമായി മാത്രം മാറുകയാണോ എന്നാണ് പോസ്റ്ററിൽ ചോദിച്ചിരിക്കുന്നത്. ഇനി യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ തടസ്സപ്പെട്ട ഒരു പശ്ചാത്തലത്തിൽ സമയം അതിക്രമിക്കുന്നുവെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ്. എത്രയും വേഗം തീരുമാനങ്ങൾ എടുക്കുന്നതാണ് നല്ലത്, ഇല്ലെങ്കിൽ അവരുടേതായ ഒന്നും ബാക്കി ഉണ്ടാകില്ല എന്നാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ പ്രതികരിച്ചിരിക്കുന്നത്. ഭീഷണിയുമായി അമേരിക്ക മുന്നോട്ടു പോകുമ്പോഴും തങ്ങൾ പിന്നോട്ടില്ല എന്ന് അറിയിക്കുകയാണ് ഇറാൻ. തങ്ങളുടെ നിർദ്ദേശങ്ങളിൽ യാതൊരുവിധ വിട്ടുവീഴ്ചകൾക്കും US തയ്യാറായിട്ടില്ല എന്നവർ പ്രതികരിച്ചു. വിട്ടുവീഴ്ചയില്ലാത്ത ഈ നിലപാട് പ്രതിസന്ധിയുണ്ടാക്കുമെന്നും തങ്ങളുടെ ആവശ്യങ്ങളിൽ നിന്ന് പിന്മാറാനാകില്ല എന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഗായ് ആവർത്തിച്ചു. ഇറാന്റെ പിന്തുണയുള്ള ലെബനനിലെ ഹിസ്ബുള്ളക്കെതിരെ ഇസ്രായേൽ നടത്തുന്ന തുടർച്ചയായ ആക്രമണങ്ങൾ അവസാനിപ്പിക്കുക, ഇറാനിയൻ തുറമുഖങ്ങൾക്ക് മേലുള്ള US നാവിക ഉപരോധം നിർത്തലാക്കുക, ഇറാനെതിരെ ഇനി ആക്രമണങ്ങൾ ഉണ്ടാകില്ല എന്ന് ഉറപ്പു നൽകുക എന്നിവയൊക്കെ ആവശ്യങ്ങളിൽ പെടുന്നു. ഹോർമൂസ് കടലിടുക്കിന്മേൽ ഇറാന്റെ പരമാധികാരം ഉറപ്പാക്കണമെന്ന ആവശ്യവും അവർ മുന്നോട്ട് വയ്ക്കുന്നു. ഇറാന്റെ യുറേനിയം ശേഖരം US-ലേക്ക് മാറ്റുന്നതടക്കമുള്ള 5 നിർദ്ദേശങ്ങളാണ് അമേരിക്ക മുന്നോട്ട് വച്ചത്. ഇറാനുണ്ടായ നഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകാനും അവർ തയ്യാറല്ല. ഇതിനിടെ പശ്ചിമേഷ്യയിൽ യുദ്ധസമാനമായ അന്തരീക്ഷം നിലനിൽക്കെ പുതിയ ആരോപണ പ്രത്യാരോപണങ്ങളും ഉയരുന്നു. അമേരിക്ക അയൽ രാജ്യങ്ങളെ ആക്രമിക്കുകയും അതിന്റെ പഴി തങ്ങൾക്കുമേൽ കെട്ടിവെക്കുകയും ചെയ്യുന്നുവെന്നാണ് ഇറാൻ ഉന്നയിക്കുന്ന വാദം. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത ന്യൂസ്. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ശക്തമായ മഴ പെയ്യുകയാണ്. 8 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടാണ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലാണ് യെല്ലോ അലേർട്ട്. മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശമടക്കം നൽകിയിട്ടുണ്ട്. ഇനി വയനാട് പഴയ വൈത്തിരിയിൽ KSRTC മിന്നൽ ബസ്സും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ചൊരു അപകടമുണ്ടായിരിക്കുന്നു. 3 പേർ ഈ അപകടത്തിൽ മരിച്ചു. ഓട്ടോ ഡ്രൈവർ ചീരാൽ പഴൂർ മുച്ചിയിൽ നാരായണൻ, ഭാര്യ ഷിജി, മകൻ അമൻ എന്നിവരാണ് മരിച്ചത്. രണ്ടാം കൃഷിക്കുള്ള ഒരുക്കങ്ങൾക്കിടെ രാസവളങ്ങളുടെ വിലയിലുണ്ടായ വലിയ വർധനവ് കുട്ടനാട്ടിലെ നെൽകർഷകർക്ക് തിരിച്ചടിയാവുകയാണ്. പശ്ചിമേഷ്യൻ യുദ്ധത്തെ തുടർന്നാണ് ഫാക്ടം ഫോസ്, പൊട്ടാഷ്, NPK ഉൾപ്പെടെയുള്ള വളങ്ങളുടെ വില കുതിച്ചുയരുന്നത്. ഇതോടെ കൃഷി ഇറക്കിയാലും വളം വാങ്ങാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കർഷകർ എത്തി. ഫാക്ടം ഫോസിന് ചാക്കൊന്നിന് 50 രൂപ വർദ്ധിപ്പിച്ചപ്പോൾ പൊട്ടാഷിന് 175 രൂപയും NPKയ്ക്ക് 400 രൂപയും വർദ്ധിച്ചു. യൂറിയയുടെ 45 കിലോ ചാക്കിന് 267 രൂപയാണ് വില. ഗൾഫിലെ ഇന്ധന പ്രതിസന്ധിയും പാചകവാതക നിയന്ത്രണവും വളമുൽപാദനത്തെ ബാധിച്ചതാണ് കാരണം. കേന്ദ്രം സബ്സിഡി വെട്ടിക്കുറച്ചതോടെ 3 വർഷത്തിനിടെ രാസവളങ്ങൾക്ക് നിരന്തരമുണ്ടായ വിലവർധന കർഷകർക്ക് ഭാരിച്ച ബാധ്യതയായി മാറിയതിന് പിന്നാലെയാണ് 2 ആഴ്ചയ്ക്കകം വളങ്ങളുടെ വില വീണ്ടും വർദ്ധിച്ചത്. വില ഇനിയും ഉയരുമെന്നാണ് വിതരണക്കാരുടെ വെളിപ്പെടുത്തൽ. വേനൽ മഴയ്ക്ക് പിന്നാലെ ഉണ്ടായ വിലവർധന കർഷകർക്ക് കനത്ത ആഘാതമായി. ഏറ്റവും അടിയന്തരമായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് രാസവളങ്ങളുടെ വിലവർധനമാണ്. 50 രൂപ മുതൽ 400 രൂപ വരെ ഒരു ചാക്കിന് വില കൂടിയിരിക്കുകയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കർഷകർ പ്രയോഗിക്കുന്ന വില കുറഞ്ഞ വളമായിരുന്ന മിക്സർ 16 എന്ന് പറയുന്നതിന് 400 രൂപയാണ്, 450 രൂപ കൂടിയിരിക്കുകയാണ്. 1600 നിന്ന് 2050 രൂപയിലേക്ക് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. പൊട്ടാഷിൻ്റെ വില 175 രൂപ കൂടി 1975 രൂപയാക്കി മാറ്റിയിരിക്കുക ഒരു ചാക്കിന്. മറ്റെല്ലാ വളങ്ങൾക്കും
അമിതമായി വില വർദ്ധിപ്പിക്കുകയാണ്. പുഞ്ചകൃഷിയുടെ നെല്ലിന്റെ വില ലഭിക്കാതിരിക്കെ ജൂണിൽ വിത തുടങ്ങുകയും കാലവർഷം ശക്തമാകുകയും ചെയ്താൽ കുട്ടനാട് പോലുള്ള പ്രദേശങ്ങളിൽ വളത്തിന്റെ ലഭ്യതക്കുറവ് വലിയ പ്രതിസന്ധിക്ക് കാരണമാകും. കൃഷിവകുപ്പിന്റെ നേതൃത്വത്തിൽ സഹകരണ സംഘങ്ങളുടെ സഹായത്തോടെ ന്യായവിലയ്ക്ക് വളം ലഭിക്കാൻ സംവിധാനമില്ലാതെ വന്നാൽ കർഷകർ വൻ ചൂഷണത്തിന് വിധേയരാകും. കാലാവസ്ഥാ വ്യതിയാനത്തിനും കൂലി വർധനയ്ക്കും പിന്നാലെ രാസവള വില വർദ്ധിച്ചതോടെ പലരും ഒന്നാം വിള ഉപേക്ഷിച്ചേക്കാവുന്ന സ്ഥിതിയിലാണുള്ളത്. അമൃത ന്യൂസ്, ആലപ്പുഴ. ഇനി കോട്ടയം തിരുനക്കര മൈതാനം നവീകരണത്തിന് നഗരസഭ പദ്ധതി രൂപീകരിച്ചിട്ടുണ്ട്. കോട്ടയം സെൻട്രൽ ജംഗ്ഷനും ഗാന്ധി പ്രതിമയും അടക്കം നവീകരിച്ച് ജില്ലയിലെ പ്രധാന ആകർഷണ കേന്ദ്രങ്ങളാക്കി മാറ്റാനാണ് ലക്ഷ്യമിടുന്നത്. സ്വകാര്യ കമ്പനികളുടെ CSR ഫണ്ട് പ്രയോജനപ്പെടുത്തിയാണ് പദ്ധതി നടപ്പാക്കുക. കേരള കോൺഗ്രസിന്റെ പിറവി ഉൾപ്പെടെ ഒട്ടേറെ ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഇടമാണ് കോട്ടയം തിരുനക്കര മൈതാനം. എന്നാൽ ജില്ലയിലെ ഒട്ടുമിക്ക നഗരഹൃദയങ്ങളും വികസിച്ചപ്പോൾ കാലാനുസൃതമായ വികസനം തിരുനക്കര മൈതാനത്തിനും ചുറ്റുവട്ടത്തിനും ഉണ്ടായില്ല. ഈ കുറവ് പരിഹരിക്കാനാണ് നഗരസഭ ലക്ഷ്യമിടുന്നത്. തിരുനക്കര മൈതാനത്തിനൊപ്പം ഗാന്ധി പ്രതിമയും സെൻട്രൽ ജംഗ്ഷനും നവീകരിക്കും. ജില്ലയുടെ പ്രധാന ആകർഷണ കേന്ദ്രങ്ങളാക്കി ഈ 3 സ്ഥലങ്ങളെയും മാറ്റുമെന്ന് നഗരസഭാ ചെയർമാൻ MP സന്തോഷ് കുമാർ പറഞ്ഞു. ഈ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം എന്നുള്ള നിലയിൽ തിരുനക്കര മൈതാനം ആളുകൾക്ക്, പൊതുജനങ്ങൾക്ക് എപ്പോഴും വന്ന് ഇരിക്കാൻ പറ്റുന്ന ഒരു പ്രൈം മേഖലയായി മാറ്റണമെന്നുള്ളതാണ് കൗൺസിലിൻ്റെ താല്പര്യം. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ തിരുനക്കര മൈതാനത്തോട് ചേർന്ന് വരുന്ന ഗാന്ധി സ്ക്വയർ ഒരു പ്രത്യേക ഒരു ബ്ലോക്കാക്കി വെച്ച് ഒരു പ്രൈം സോണായി അതിനെ മാറ്റാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം സമാനമായി അതിന് തൊട്ട് സമീപത്തുള്ള സെൻട്രൽ ജംഗ്ഷനോടെ ഒന്ന് ഭംഗിയാക്കിയാൽ നമുക്ക് തിരുനക്കരയും തിരുനക്കര ചുറ്റുവട്ടവും ഇന്നുള്ളതിൽ നിന്നൊക്കെ 10 മടങ്ങ് ഒരു ഭംഗി വർദ്ധിപ്പിക്കുന്ന തരത്തിലേക്ക് സാഹചര്യം ഉണ്ടാകും. ഇന്ത്യൻ ആർക്കിടെക്ട് അസോസിയേഷനുമായി ചേർന്നാണ് തിരുനക്കര മൈതാനത്തിൻ്റെയും ഗാന്ധി പ്രതിമയുടെയും സെൻട്രൽ ജംഗ്ഷൻ്റെയും സൗന്ദര്യവൽക്കരണം നഗരസഭ നടപ്പാക്കുക. അസോസിയേഷൻ അംഗങ്ങൾ തയ്യാറാക്കുന്ന ഡിസൈനും അവരുടെ നിർദ്ദേശങ്ങളും ഉൾപ്പെടുത്തി തിരുനക്കരയെ കോട്ടയത്തിൻ്റെ മനോഹര മുഖമാക്കി മാറ്റും. മൈതാനത്തിൻ്റെ ചുറ്റുമതിലടക്കം പൊളിച്ച് നിർമ്മിക്കും. ഇരിപ്പിടങ്ങളും വിശ്രമത്തിനും മറ്റും വേണ്ട സൗകര്യങ്ങളും ഒരുക്കും. വിവിധ സ്വകാര്യ കമ്പനികളുടെ CSR ഫണ്ട് ഉപയോഗിച്ചാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുക. ഏതാനും മാസങ്ങൾക്കുള്ളിൽ നവീകരണം പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ആധുനിക സൗകര്യങ്ങളോടെ നവീകരണം പൂർത്തിയാകുമ്പോൾ സാംസ്കാരിക പരിപാടികൾക്കും ആളുകൾക്ക് വിശ്രമത്തിനും അനുയോജ്യമായ ഇടമായി തിരുനക്കര മാറുമെന്നാണ് പ്രതീക്ഷ. അമൃത ന്യൂസ്, കോട്ടയം. വയനാട് സുൽത്താൻ ബത്തേരിയിൽ പഴൂരിൽ പുള്ളിപ്പുലി ആടിനെ കൊന്നു തിന്നു. പഴൂർ അമ്പലക്കര കുഞ്ഞന്റെ ആടിനെയാണ് പുലി പിടിച്ചത്. ഇന്നലെ രാത്രിയിലായിരുന്നു സംഭവം. കൂട്ടിൽ കെട്ടിയ ആടിനെ പുള്ളിപ്പുലി കൊന്ന് പാതി ഭക്ഷിക്കുകയായിരുന്നു. തോട്ടാമൂല ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയെങ്കിലും സംഭവസ്ഥലം മേപ്പാടി റേഞ്ചിന് കീഴിലായതിനാൽ തുടർ നടപടികൾ സ്വീകരിച്ചില്ല. IPL-ൽ ചെന്നൈ സൂപ്പർ കിങ്സ് ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടുകയാണ്. ചെന്നൈയിൽ വൈകിട്ട് 7:30 മുതലാണ് മത്സരം. പ്ലേ ഓഫിലേക്കുള്ള അവസാന സാധ്യതയാണ് ഇരു ടീമുകളും തേടുന്നത്. ഇരു ടീമുകളും മുഖാമുഖം എത്തുമ്പോൾ ശ്രദ്ധാകേന്ദ്രമാകുന്നത് മുൻ നായകൻ MS ധോണിയായിരിക്കും. സീസണിലെ അവസാന ഹോം മത്സരത്തിൽ ധോണി കളിക്കുമോ എന്നതിലാണ് ആകാംക്ഷ. സീസണിൽ ഇതുവരെ കളിക്കാത്ത ധോണി ഏറെ നേരം ബാറ്റിംഗ് പരിശീലനം നടത്തിയതാണ് ആരാധകർക്ക് പ്രതീക്ഷ നൽകുന്നത്. ISL സീസണിലെ തങ്ങളുടെ അവസാന മത്സരത്തിനായി കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ഇറങ്ങുകയാണ്. 12 മത്സരങ്ങളിൽ 4 ജയവും 2 സമനിലകളും 6 തോൽവികളുമായി 14 പോയിന്റ് നേടിയ മഞ്ഞക്കുപ്പായക്കാർ പോയിന്റ് പട്ടികയിൽ 8ാം സ്ഥാനത്താണ്. VD സതീശൻ മന്ത്രിസഭയിൽ കാത്തിരിക്കുന്ന ജനപ്രിയ പ്രഖ്യാപനങ്ങൾ എന്തൊക്കെ? ഇതറിയാം അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക. ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാകുന്നു. നമസ്കാരം.